ഇന്ന് ഞാൻ റാഗിയും പഴം ഉപയോഗിച്ച് ഒരു പായസം ഉണ്ടാക്കാനാണ് പോണത്. അതിനുവേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഏത്തപ്പഴം നുറുക്കിയെടുത്ത് അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ വഴറ്റി കോരി വെക്കാം. അതിന് ശേഷം നമുക്കൊരു മുറി തേങ്ങ ഞാൻ ചിരണ്ടി അതിൻ്റെ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. 2-3 പാലെടുത്ത് അത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഏത്തപ്പഴം കോരി വെച്ചേക്കാം. അതിനകത്ത് ആ പാൻ തന്നെ വീണ്ടും വെച്ചിട്ട് അതിനകത്ത് ഒരു കുറച്ച് നെയ്യൊഴിച്ച് ഒരു സേമിയ കുറച്ച് അതിനകത്തിട്ടൊന്ന് വഴറ്റി അതും വയ്ക്കുക. ഇനി ഒരു ബൗളിൽ ഈ 2-ാം പാലും 3-ാം പാലും വെച്ചേക്കണ അത് ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു 4 ടീസ്പൂൺ റാഗി പൗഡർ ഇടാം. 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഏലക്കായും പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കായും കൂടി പൊടിച്ച് ചേർത്ത് അത് ഒരു ബേസൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തിട്ട് നല്ലപോലെ തീ കത്തിച്ച് നല്ലതൊന്ന് കുറുകണത് വരെ ഒന്ന് തീ കത്തിക്കാം. അപ്പോൾ നല്ല ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന 1/4 കിലോ ശർക്കരയാണ് ഞാൻ ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് തീ കത്തിക്കാം. എന്നിട്ട് ആ സേമിയ വറുത്ത് വെച്ചേക്കണതും ഈ പഴം വിളയിച്ച് വെച്ചേക്കണതും കൂടി രണ്ടും കൂടി അതിനകത്ത് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് നല്ലോണം കുറുതായിട്ടുണ്ട്. അപ്പം നമുക്ക് ആ തലപ്പാൽ വെച്ചേക്കണത് അതിനകത്തേക്ക് ഒന്ന് ഒഴിക്കുക. അത് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് അങ്ങോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അവസാനം ആ അണ്ടിപ്പരിപ്പ് ഞാൻ നേരത്തെ നെയ്യിലിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ മീതെ അങ്ങോട്ട് ഇട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.